ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായി കഴുകി വെച്ച ചെമ്മീനിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഞാനിവിടെ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധം കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ രണ്ട് സൈഡും മറിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് കോരാവുന്നതാണ്. ഒരു പകുതി വേവായാൽ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതേ സെയിം എണ്ണയിൽ തന്നെ നമ്മൾക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. വലിയ ഒരു 2 സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ആ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഗ്രേവി ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉള്ളി നല്ലതുപോലെ വാടി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ നമ്മളുടെ മസാല വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ചേർത്തില്ല. പിന്നെ വലിയ ജീരകം കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് പാകം നോക്കിയതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബോൺസ് ഇട്ട് ഇതിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധം ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളക് ഇടാൻ മറന്നുപോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.